CMA USA പാർട്ട് 1 ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സെക്ഷനാണ് സെക്ഷൻ ബി, അഥവാ പ്ലാനിംഗ്, ഫോർകാസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ്. ഇറ്റ്സ് മീ യാസർ അബ്ദുള്ള, യുവർ ഫാക്കൽറ്റി ഫോർ CMA USA ആൻഡ് ACCA. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ പാർട്ട് 1 സെക്ഷൻ ബി പ്ലാനിംഗ്, ഫോർകാസ്റ്റിംഗ്, ബഡ്ജറ്റിൻ്റെ ഒരു ഓവർവ്യൂ ആണ്. ഈ ഒരു സെക്ഷൻസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്നുള്ള വിഷയങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ വേർഡ്സ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ധാരണ ഉണ്ടാവും. പ്ലാനിങ്, ഫോർകാസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ്. നമ്മൾ ഓരോരുത്തരും നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ബഡ്ജറ്റുകളും പ്ലാനിങ്ങും ഫോർകാസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങളൊരു ടൂർ പോകുന്ന സമയത്ത് നിങ്ങൾ ഇന്ന സ്ഥലങ്ങളിലേക്ക് പോകണം, ഇപ്പോൾ ഒരു കൊടൈക്കനാൽ, ഊട്ടി പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകണം എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാറുണ്ടാവും? പ്ലാൻ ചെയ്യാറുണ്ടാവും. അതേപോലെ ആ ഒരു ടൂറിന് ആവശ്യമായിട്ട് എത്രത്തോളം എമൗണ്ടുകൾ ഒരാൾ കരുതണം എന്നുള്ള സാധനം നിങ്ങൾ മുൻകൂട്ടി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ബഡ്ജറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതാണ് നിങ്ങൾ ആസ് എ റിയൽ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾ റിയൽ ലൈഫുകളിൽ നിങ്ങൾ യൂസ് ചെയ്യാറുള്ള പ്ലാനിങ്ങും ബഡ്ജറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാലേ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രോപ്പർലി ഒരു പ്ലാനിങ്ങും അതുപോലെ അതിനാവശ്യമായുള്ള ബഡ്ജറ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആസ് എ കമ്പനിക്ക് ഭാവിയെ കുറിച്ചിട്ടും ഭാവിയിലേക്കുള്ളതിൻ്റെ ആവശ്യമായിട്ടുള്ളതിനെ പ്രോപ്പർലി പ്ലാൻ ചെയ്യേണ്ടി വരും, പ്രോപ്പർലി ഫോർകാസ്റ്റുകൾ ചെയ്യേണ്ടി വരും, അതിനാവശ്യമായിട്ടുള്ള പ്രോപ്പർലി ബഡ്ജറ്റുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ബഡ്ജറ്റുകൾ ചെയ്യുക, എങ്ങനെയൊക്കെയാണ് ഫോർകാസ്റ്റുകൾ ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യേണ്ടത്, നമ്മളൊരു വിഷയം പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. തോന്നുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലാൻ ചെയ്യലല്ലോ. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പ്രോപ്പർലി പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യണം, ഒരു ധാരണ ഉണ്ടാവണം. അങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അത് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യത്തിന് അതിന് എത്രത്തോളം എമൗണ്ടുകൾ വരും എന്നുള്ള സാധനം നമ്മൾ പ്രോപ്പർലി എന്തും ചെയ്യും, ബഡ്ജറ്റും ചെയ്യും. കാരണം ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഓരോ കാര്യത്തിനും എത്രത്തോളം ചിലവുകൾ വരും എന്നുള്ള കാര്യം മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക. കാരണം നമ്മളെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിലല്ല കമ്പനി മുന്നോട്ടേക്ക് പോവുക. കമ്പനി ആ ഒരു വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ വർഷം എന്തൊക്കെ നടക്കണം എന്നുള്ളത് പ്രോപ്പർലി എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ബഡ്ജറ്റ് ചെയ്തതിൻ്റെയും ഫോർകാസ്റ്റ് ചെയ്തതിൻ്റെയും പ്ലാൻ ചെയ്യുന്നതിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും കമ്പനി ആ വർഷം എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാറേ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യം നടക്കണമെന്നുണ്ടോ? അതുകൊണ്ടല്ലടാ ചില കമ്പനികൾ പൂട്ടിപ്പോകുന്നത്. കാരണം നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, എന്തൊക്കെയോ കാര്യങ്ങൾ ബഡ്ജറ്റ് ചെയ്യും. അതുപോലെ നടക്കണമെന്നില്ല, ഒരു ഉറപ്പുമില്ല. മേ ബി നടക്കാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ചില കമ്പനികൾ ഫെയിലാവുന്നതും ചില കമ്പനികൾ എന്ത് ചെയ്യുന്നതും നഷ്ടത്തിലാവുന്നതും. പക്ഷെ എന്ന് വെച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി ഏറ്റവും നല്ല നിലവാരത്തിലെത്താനുള്ള പ്ലാനിങ്ങും ബഡ്ജറ്റിംഗ് ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു സെക്ഷനിലൂടെ എങ്ങനെയാണ് പ്ലാനിങ് നടത്തുക, എങ്ങനെയാണ് ഫോർകാസ്റ്റിംഗ് ചെയ്യുക, എങ്ങനെയാണ് ബഡ്ജറ്റ് ചെയ്യുക, എത്രത്തോളം ബഡ്ജറ്റുകൾ കമ്പനി ചെയ്യണം, എത്ര കാലത്തേക്ക് ബഡ്ജറ്റ് ചെയ്യണം, എന്തെല്ലാം ടൈപ്സ് ഓഫ് ബഡ്ജറ്റുകളുണ്ട് എന്നുള്ള പല വിഷയങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷൻ ബിയിലൂടെ നമ്മൾ നോളേജ് അക്വയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് സെക്ഷൻസിൽ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.